നമസ്കാരം, ഞാൻ ഡോക്ടർ കെ പി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡെലിവറിയെ പറ്റി ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും രണ്ട് മൂന്ന് കുട്ടികൾ ഡൗട്ട് ചോദിച്ചിരുന്നു. ഡെലിവറി ബാഗ് എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ആക്ച്വലി ഡെലിവറി ബാഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പെയിൻ വരുമോ അല്ലെങ്കിൽ വെള്ളം പൊട്ടി പോവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എമർജൻസിയിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടാൻ നിൽക്കുമ്പോൾ വാരി വലിച്ച സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നമ്മൾ നേരത്തെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെലിവറിയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വരും. ഞാൻ തന്നെ പല വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട്, അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അപ്പൊ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ മിനിമൽ ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് എങ്ങനെ ഒരു ഡെലിവറി ബാഗ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെലിവറി ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അത് മെയിൻ ആയിട്ട് 3 കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് അതിനകത്ത് ആവശ്യമായിട്ട് വരിക. ഒന്നെന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, രണ്ടാമത്തെ കാറ്റഗറി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആരാണോ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയായിരിക്കാം. അപ്പൊ ആരാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അതില് നമുക്ക് ആദ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡെലിവറി ബാഗ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിന്റെ റൂൾസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം പല ഹോസ്പിറ്റൽസിലും അവര് പുറത്തുനിന്നുള്ള ഫുഡ് അലോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ലേബർ റൂമിലുള്ളത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അല്ലാതെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കപ്പിന് പോകുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ ചോദിച്ച് ഏതൊക്കെ കൊണ്ടുപോവാം, ഏതൊക്കെയാണ് അവിടുന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അമ്മയുടെ കാര്യത്തിലായിക്കോട്ടെ കുഞ്ഞിന്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങൾ നേരത്തെ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ അൺനെസറി ആയിട്ട് കൊണ്ടുപോകും. അവിടുന്ന് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാത്ത സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണത്തൂല. ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ഓർക്കേണ്ടത്. ഹോസ്പിറ്റലിൽ ഏതാണോ അലോഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അത് മാത്രം നമ്മൾ പാക്ക് ചെയ്യാം. അപ്പൊ അമ്മയുടെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെക്കോർഡ്സ്, അതായത് ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഡോക്യുമെന്റ്സിൽ എല്ലാ കാര്യങ്ങളും വരും. അതായത് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇപ്പോഴത്തെ പ്രഗ്നൻസിക്ക് നിങ്ങൾ ചെക്കപ്പിനെ കാണിച്ചുകൊണ്ടിരുന്ന പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അത്, ഇതുവരെ ചെയ്തിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇതുവരെ ചെയ്തിട്ടുള്ള സ്കാൻ റിപ്പോർട്ട്സ് എല്ലാം നിങ്ങളൊരു ഫയലാക്കി എപ്പോഴും കീപ്പ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേപ്പേഴ്സ്. കാരണം ഇത് രണ്ടുമായിരിക്കും ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആവശ്യമായിട്ട് വരേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ ഈ പേപ്പേഴ്സ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ തന്നെ സോർട്ട് ചെയ്ത് നേരത്തെ തന്നെ പാക്ക് ചെയ്യുക. ആ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന സംഗതിയാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കാർഡ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ID കാർഡ്, ഇപ്പൊ ഇൻഷുറൻസിന്റെ തന്നെ കാർഡ്സ് ഉണ്ടെങ്കിൽ അത്, അല്ല നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ക്രെഡിറ്റ് കാർഡ്സ് ആണ് അല്ലെങ്കിൽ ATM കാർഡ്സ് ആണ്, അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പാക്ക് ചെയ്യേണ്ട മറ്റൊരു അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഇനി വരുന്ന കാര്യമാണ് നമ്മുടെ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എടുക്കുന്ന മെഡിസിൻസ് ചിലപ്പോൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല, ചിലപ്പോൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കും. അപ്പൊ ഏതാണെങ്കിലും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് വിട്ടുപോകരുത്. കാരണം ചിലപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ വേറെ അസുഖത്തിന്, ഇപ്പം ജെന്നി വരുന്ന അസുഖം, അതുപോലെ തന്നെ വേറെ തൈറോയിഡിന്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുണ്ടാവും. ബ്രോങ്കിൽ ആസ്മാറ്റിക് ആയിട്ടുള്ളവർ ഇൻഹേലർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേപ്പേഴ്സും ഇല്ല, മെഡിസിൻസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഈ മെഡിസിൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആവശ്യം വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചിലപ്പോൾ പേപ്പേഴ്സോ മെഡിസിൻസോ ഒന്നും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടായി മാറും. അപ്പൊ ഇങ്ങനെയുള്ള മെഡിസിൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക. പിന്നെ വരുന്ന കാര്യമാണ് മെറ്റേണിറ്റി വെയർ, അതായത് ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റേണിറ്റി വെയർ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ പ്രഗ്നൻസിയിൽ ലൂസ് കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഡെലിവറി ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ ലേബർ റൂമിലാണെങ്കിൽ ചിലപ്പോൾ പല ഹോസ്പിറ്റൽസും ഡ്രസ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ റൂമിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഓൺ ഡ്രസ്സ് ആയിരിക്കും ഇടേണ്ടി വരിക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കഴിയുന്നതും ലൂസ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ്
പ്രിഫറബിളി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ്, നൈറ്റീസ് അതൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വയറ് നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനാണെങ്കിലും എല്ലാം ഒരു ഫ്രണ്ട് ഓപ്പൺ അല്ലെങ്കിൽ സിബ് ഉള്ള ഒത്തിരി ന്യൂ വെറൈറ്റി ഡ്രസ്സസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സുകൾ കരുതുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. യൂഷ്വൽ പോലത്തെ ഡ്രസ്സ് ചിലപ്പോൾ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറച്ച് ഡ്രസ്സസ് നിങ്ങൾ തീർച്ചയായിട്ടും കരുതിയിരിക്കണം. എത്ര ഡ്രസ്സ് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഡെലിവറി ആണെങ്കിൽ യൂഷ്വലി ഒരു 3rd ഡേ ഒക്കെ നിങ്ങൾ ഡിസ്ചാർജ് ആക്കും. സിസേറിയൻ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 ഡേയ്സ് നിങ്ങൾക്ക് കിടക്കേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഡ്രസ്സ് പാക്ക് ചെയ്യുക. ഈ പുറമെ ഇടുന്ന ഡ്രസ്സ് പോലെ തന്നെയോ അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് അണ്ടർ ഗാർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് യൂഷ്വലി നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഒക്കെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു നെക്സ്റ്റ് സൈസിലേക്ക് പോവാറാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരോട് ചോദിക്കുമ്പോഴത്തേക്കും ബ്രേസിയസ് എന്താ ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അയ്യോ പഴയ ഇതൊന്നും ഫിറ്റ് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുക. കാരണം ഫീഡിങ് ഒക്കെ ആവുമ്പോൾ യൂഷ്വലി അടുത്ത സൈസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക. അപ്പൊ അത് നേരത്തെ കൂട്ടി മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സമയം ഒരു ഹറിബറി ഒഴിവാക്കാം. അതുപോലെ തന്നെ നഴ്സിംഗ് ബ്രാസ് ഇപ്പം വൈഡ്ലി അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യുക. പ്രിഫറബിളി കോട്ടൺ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും. പീരീഡ്സിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും. ചിലർക്ക് 1 ആഴ്ച 2 ആഴ്ച വരെയും നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പാഡ്സ്, അത്യാവശ്യം എക്സ്ട്രാ ലാർജ് സൈസ് തന്നെ പാഡ്സ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ്, പീരീഡ് പാൻറ്റീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവൈലബിൾ ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ളത് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതും നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയി നമുക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഹോസ്പിറ്റൽസിൽ ചിലപ്പം പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള അണ്ടർ ഗാർമെന്റ്സ്, അതുപോലെ തന്നെ പീരിയഡ്സിന്റെ സമയത്ത് പോലെ ബ്ലീഡിങ്ങിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും മൊബൈലിലാണ്. അപ്പോൾ നിങ്ങളുടെ ചിലപ്പം ഡോക്ടേഴ്സിന്റെ നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിന്റെ നമ്പർ ആയിക്കോട്ടെ എല്ലാം മൊബൈലിലായിരിക്കും. മൊബൈലിലും അതേപോലെ തന്നെ ഒരു ഫോൺ ബുക്കും കൂടെ കീപ്പ് ചെയ്താൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മൊബൈലിന്റെ ചാർജേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനുള്ള പവർ ബാങ്ക്സ് ആണെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും പാക്ക് ചെയ്യുമ്പോൾ മറക്കാതെ കൊണ്ടുപോകുക. കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മൊബൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ എമർജൻസി ആയിട്ട് ആരെങ്കിലും വിളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് അത് പോസിബിൾ ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഹൈജീനുള്ള സംഭവങ്ങൾ, അതായത് ടോയ്ലറ്ററീസ് നമ്മൾ പറയും, ബ്രഷ് ചെയ്യാനുള്ളത്, കുളിക്കാനുള്ളത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ടവൽസ് ഒക്കെ ഹോസ്പിറ്റൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അഥവാ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ടവൽസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് വെക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഹോസ്പിറ്റൽസും പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ചിലപ്പം അലോ ചെയ്യണമെന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇൻ ബിറ്റ്വീൻ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പാക്ക് ചെയ്യാം. പിന്നെ പൊതുവെ ലേബർ റൂമിൽ നിങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള പേർപ്പസിന് വേണ്ടി വാട്ടർ ബോട്ടിൽസ് തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ ഇപ്പോൾ കോവിഡ് ഒക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സാനിറ്റൈസേഴ്സ് ഒക്കെ നിങ്ങൾ 1 or 2 ചെറിയ ബോട്ടിൽസ് കയ്യിൽ കരുതുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് മാസ്കിന്റെ കാര്യം. പല ഹോസ്പിറ്റൽസും അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. സ്റ്റിൽ നിങ്ങളുടേതായിട്ട് 1 or 2 എണ്ണം കീപ്പ് ചെയ്താൽ വളരെ നല്ലത്. അപ്പൊ ഈ രീതിയിലുള്ള സംഭവങ്ങളും നമ്മൾ പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പൊതുവെ കാണുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ചപ്പൽസിന്റെ ഒരു പ്രശ്നം. അതായത് ബാത്റൂം ചപ്പൽസ് ഒക്കെ ചിലപ്പം നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ട്. നിങ്ങൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ യൂസ്ഡ് ആണ് സ്ലിപ്പേഴ്സ് യൂസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പെയർ ഓഫ് എക്സ്ട്രാ സ്ലിപ്പേഴ്സ് തീർച്ചയായിട്ടും കയ്യിൽ കരുതുക. കാരണം ടൈറ്റ് ആയിട്ടുള്ള സാൻഡൽസ് ഒക്കെ ചിലപ്പം പ്രഗ്നൻസി സമയത്ത് ഇടുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലിലൊക്കെ പൊതുവേ നീരും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ടൈറ്റ് ആയിട്ടുള്ള സാൻഡൽസ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പം ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെയർ സ്ലിപ്പേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ പലർക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഫീഡിങ് പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ
പ്രഗ്നൻസി പില്ലോ മേടിച്ചിട്ടുള്ളവരുണ്ടാവും, ചിലപ്പോൾ കിടക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പില്ലോ ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്യാം. കാരണം അത് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഫീഡിങ് പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം. അതർവൈസ് ഫീഡിങ് പില്ലോസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ സോഫ്റ്റ് പില്ലോ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. കാരണം ഹോസ്പിറ്റൽസിലുള്ള പില്ലോസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. കാരണം യൂഷ്വലി നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് മടിയിൽ ഒരു പില്ലോ വെച്ച് അതിന്റെ മേളിൽ കുഞ്ഞിനെ കിടത്തി ഫീഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇരുന്ന് ഫീഡ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ് പില്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെലിവറി ബാഗിൽ പാക്ക് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് അമ്മമാരുടെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഡ്രസ് ഐറ്റംസ് എന്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് നന്നായിട്ട് അലക്കി ഉണക്കി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കിയത് മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പുതിയ നമ്മൾ ഷോപ്പിൽ നിന്ന് നേരിട്ട് മേടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പല കുഞ്ഞുങ്ങളിലും അലർജി പോലെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ കഴിയുന്നതും അലക്കി ഉണക്കിയ ഡ്രസ്സ്, അതിപ്പം കുഞ്ഞുടുപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ തലയിൽ ഇടുന്ന ക്യാപ്പ് ആയിക്കോട്ടെ, സോക്സ് ആയിക്കോട്ടെ, കുഞ്ഞിനെ കവർ ചെയ്യാനുള്ള ബേബി ടവൽസ് ആയിക്കോട്ടെ, ഫ്ലാനൽ ആയിക്കോട്ടെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതൊന്ന് പ്രയർ മേടിച്ച് ഒന്ന് അലക്കി ഉണക്കി ക്ലീൻ ആക്കി പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പല കുഞ്ഞുങ്ങൾക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയതായിട്ട് നേരെ ഹോസ്പിറ്റലിൽ വെച്ച് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്ന് അത് ഇടുന്ന സമയത്ത് അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗങ്ങൾ, സ്കിന്നിന്റെ ഭാഗങ്ങളിലൊക്കെ അലർജിക് റിയാക്ഷൻ പോലെ കാണാറുണ്ട്. കാരണം ബേബിയുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ചിലപ്പോൾ പുതിയതായിട്ടുള്ളതിന്റെ ചിലപ്പോൾ സ്മെല്ല് വരാനായിട്ട് അവരെന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് റഫ് ആയിരിക്കാം. മേ ബി കോട്ടൺ ആണെങ്കിൽ പോലും നമുക്കറിയാം ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത്. അപ്പൊ അതിന് മുന്നേ ചെറിയൊരു റഫ്നെസ് കാണും. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള സംഭവങ്ങൾ ഡയറക്റ്റ് ബേബിയുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് പോലെ തന്നെ അത്യാവശ്യം വേണ്ട സംഭവമാണ് ബേബീസിന്റെ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും പക്ഷെ പല ഹോസ്പിറ്റൽസും നമ്മൾ യൂഷ്വലി ഡിസ്ചാർജ് ആവുന്ന വരെയുള്ളത് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്വേഷിക്കുക, അവൈലബിൾ ആണോ, ഇനി അവിടെ തന്നെ പർച്ചേസ് ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു വെക്കുക. എമർജൻസിയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഓടി മേടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ അവൈലബിലിറ്റി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഡയപ്പേഴ്സും തീർച്ചയായിട്ടും കരുതിയിരിക്കുക. അതുപോലെ തന്നെ ബേബീസിനെ തുടയ്ക്കാനും യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഒക്കെ തുടയ്ക്കാനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ടവൽസും തീർച്ചയായിട്ടും കീപ്പ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ബേബിയുടെ സൈഡിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണ് ആരാണോ ഹെൽപ്പിന് നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഡ്രസ്സ് ആയിക്കോട്ടെ, പേഴ്സണൽ ഹൈജീനിലുള്ള സംഭവങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെയാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ അവര് ചിലപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ അസുഖത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ടാവും. BP-ക്ക് മെഡിസിൻ എടുക്കുന്നവരുണ്ട്, ഡയബറ്റീസിന് മെഡിസിൻ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മെഡിസിൻസും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഓർക്കുക. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ നമ്മളൊന്നും പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടില്ല, ഓടി ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പം അവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കും. അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കും, പക്ഷെ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അവർ വിട്ടുപോകും. അപ്പൊ മെഡിസിൻസ് ഒക്കെ വിട്ടുപോകും. അപ്പോൾ ഒന്നോ രണ്ടോ നേരത്തെ മെഡിസിൻസ് സ്കിപ്പ് ആയാൽ തന്നെ ചിലപ്പോൾ BP കൂടുകയും ഷുഗർ വല്ലാണ്ട് അൺകൺട്രോൾഡ് ആവുകയും ഒക്കെ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും അവര് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് മെഡിസിനും കൂടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പാർട്ടിലുള്ള സംഭവങ്ങളും നമ്മൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. അവർക്കും ഇപ്പൊ എന്തെങ്കിലും അസുഖം ഉള്ളവരാണെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോ ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്ത് തീർച്ചയായിട്ടും കൊണ്ടുപോകണം എന്നുള്ളത് പറഞ്ഞു. ഇനി കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളും കൂടി പറഞ്ഞേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകള് ഓവർ പാക്കിംഗ് ആണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോ ഹോസ്പിറ്റൽസിൽ കഴിയുന്നതും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭരണങ്ങളാണ്, ജ്വല്ലറി. കാരണം നിങ്ങൾക്ക് ലേബർ റൂമിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ജ്വല്ലറിയും പുറത്ത് കൂടെ ആരാണോ വരുന്നത് അവരുടെ കയ്യിലായിരിക്കും ഏൽപ്പിക്കുന്നത്. ലേബർ റൂമില് ഒരു ഹോസ്പിറ്റൽസിലും ജ്വല്ലറീസ് ഒന്നും അലോ ചെയ്യാറില്ല. അപ്പൊ അത് കഴിയുന്നതും നിങ്ങൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള ജ്വല്ലറി ഒന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അതുപോലെ തന്നെയാണ് കാശിന്റെ കാര്യം. കാശ് നിങ്ങൾ ഒത്തിരി ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് കൈ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഹറിബറിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് കഴിയുന്നതും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്യാതിരിക്കുക. കാരണം ഈ പറയുന്ന പോലെ നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണം എന്നില്ല. പല ഹോസ്പിറ്റൽസിലും അവർ തന്നെ പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ്, അവർക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്നാണ് പലരും പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത്. അപ്പോ ഒരു ഹറിബറിയിൽ അത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് ഡെലിവറി ബാഗ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ജനറലി നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ചിലർക്ക് സ്പെസിഫിക് ആയിട്ട് കഴിക്കാനുള്ള പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പാക്ക് ചെയ്യുക. പക്ഷെ ഒത്തിരി സാധനങ്ങൾ ഓവർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കുന്നതും പിന്നെ ഒരു ജോലിയായി മാറരുത്. പക്ഷെ ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, അതിനനുസരിച്ച് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. റെക്കോർഡ്സും ഡോക്യുമെന്റ്സും എല്ലാം തിരിച്ചു വരുമ്പോഴും കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ വരിക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഒരു ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ മിനിമൽ ആയിട്ടുള്ളത്, ഏറ്റവും നെസസറി ആയിട്ടുള്ളത് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെലിവറിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂഷ്വലി നമ്മളൊരു 32 ആഴ്ച മുതൽ ഒരു 36 ആഴ്ചക്ക് ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് റെഡിയാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു പ്രസവേദന വരാനോ അല്ലെങ്കിൽ ഓടി ഹോസ്പിറ്റലിൽ പോകാനോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്തുള്ള തിരക്ക് ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉണ്ടെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിലോ അതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. Stay healthy, stay happy.